മൂന്നാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഒരു കുഞ്ഞു കവിതയാണ്. കവിതയുടെ പേരാണ് ബയാ ഹമാരി ചിടിയാ റാണി. ഈ കവിതയിലെ ഓരോ വരിയിലെയും ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി നമുക്ക് പഠിച്ചാലോ? അപ്പോ തുടങ്ങാം. ബയാ ഹമാരി ചിടിയാ റാണി. ബയ ആറ്റക്കുരുവി അല്ലെങ്കിൽ വീവർ ബേർഡ്, ഹമാരി നമ്മുടെ, ചിടിയ പക്ഷി, റാണി ക്വീൻ അല്ലെങ്കിൽ രാജ്ഞി. ആദ്യത്തെ വരിയിൽ ബയാ ഹമാരി ചിടിയാ റാണി, പക്ഷികളുടെ രാജ്ഞിയായ ആറ്റക്കുരുവി എന്ന് വളരെ സ്നേഹത്തോടെ കുട്ടികൾ ആറ്റക്കുരുവിയെ വിളിക്കുകയാണ്. അതിനുശേഷം ആറ്റക്കുരുവിയോട് അവരെന്തൊക്കെയാ പറയുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? തിൻകെ ലാക്കർ മെഹൽ ബനാത്തി. തിൻകെ ട്വിഗ്സ് അല്ലെങ്കിൽ ചെറിയ മരക്കമ്പുകൾ, ലാക്കർ കൊണ്ടുവന്നിട്ട്, മെഹൽ കൊട്ടാരം അല്ലെങ്കിൽ പാലസ്, ബനാത്തി പണിയുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. സോ ആറ്റക്കുരുവി അല്ലെങ്കിൽ വീവർ ബേർഡ് മരക്കമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൊട്ടാരം ഉണ്ടാക്കുന്നു. ആറ്റക്കുരുവി ഉണ്ടാക്കുന്ന കൂടിനെ എന്തുകൊണ്ടാണ് കൊട്ടാരം എന്ന് പറഞ്ഞേ? അത് കാണാൻ നല്ല ഭംഗിയാ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആറ്റക്കുരുവി തന്റെ കൂടുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കൊട്ടാരം അല്ലെങ്കിൽ മെഹൽ എന്ന് പറഞ്ഞത്. ഊഞ്ചി ഡാലി പർ ലട്കാത്തി. ഊഞ്ചി ഉയർന്ന അല്ലെങ്കിൽ ഉയരത്തിലുള്ള, ഡാലി ബ്രാഞ്ച് മരക്കൊമ്പ്, പർ ഓൺ മുകളിൽ. അപ്പോ ഡാലി പർ എന്നാൽ മരക്കൊമ്പിൻ മുകളിൽ, ലട്കാത്തി തൂക്കുന്നു, ഹാങ് ചെയ്തിടുന്നു. മരത്തിന്റെ ഉയരമുള്ള കൊമ്പുകളിലാണ് ഈ പക്ഷികൾ കൂടുണ്ടാക്കി തൂക്കിയിടുന്നത്. അപ്പോ ബയ എന്ന പക്ഷിയുടെ അല്ലെങ്കിൽ ആറ്റക്കുരുവികളുടെ കൂട് കാണണമെങ്കിൽ മരത്തിന്റെ മുകളിലുള്ള ചില്ലകളിൽ നോക്കണം, അല്ലേ? ഖേത്തോ സേ ഫിർ ദാനാ ലാത്തി, നദിയോ സേ ഭർ ലാത്തി പാനി. ഖേത്ത് എന്നാൽ വയൽ. അപ്പോ ഖേത്തോം എന്നാൽ എന്തായിരിക്കും? വയലുകൾ. ഖേത്തോ സേ വയലുകളിൽ നിന്ന്, ഫിർ ശേഷം. എന്തിനു ശേഷം? കൂട് കൂട്ടിയതിന് ശേഷം. ദാനാ ലാത്തി, ദാനാ ധാന്യങ്ങൾ, ലാത്തി കൊണ്ടുവരുന്നു. നദിയോ സേ, നദിയോം എന്നാൽ പുഴകൾ, നദി എന്നാൽ പുഴ, നദിയോം എന്നാൽ പുഴകൾ. നദിയോ സേ പുഴകളിൽ നിന്നും, ഹർ നിറയെ, ലാത്തി കൊണ്ടുവരുന്നു, പാനി വെള്ളം. കൂട് കൂട്ടിയതിനു ശേഷം ആറ്റക്കുരുവി വയലുകളിൽ നിന്നും അല്ലെങ്കിൽ പാടത്തു നിന്നും ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. മാത്രമല്ല പുഴകളിൽ നിന്ന് അല്ലെങ്കിൽ നദികളിൽ നിന്ന് നിറയെ വെള്ളവും കൊണ്ടുവരുന്നു. ഇനി കുട്ടികൾ വീവർ ബേർഡിനോട് അല്ലെങ്കിൽ ബയ എന്ന പക്ഷിയോട് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? തുജ്കോ ദൂർ ന ജാനേ ദേംഗെ, ദാനോ സേ ആംഗൻ ഭർ ദേംഗെ. തുജ്കോ നിന്നെ, ദൂർ ദൂരെ, ന ഇല്ല, ജാനേ ദേംഗെ പോകാൻ അനുവദിക്കുക. തുജ്കോ ദൂർ ന ജാനേ ദേംഗെ നിന്നെ ദൂരെ പോകാൻ അനുവദിക്കില്ല. ദാനോ സേ ആംഗൻ ഭർ ദേംഗെ, ദാനോ ധാന്യങ്ങൾ, ദാനോ സേ ധാന്യങ്ങൾ കൊണ്ട്, ആംഗൻ മുറ്റം അല്ലെങ്കിൽ കോർട്ട്യാർഡ്, ഭർ ദേംഗെ നിറയ്ക്കും. ഈ വരികളിൽ ആറ്റക്കുരുവിയോടുള്ള കുട്ടികളുടെ സ്നേഹം നമുക്ക് എടുത്തു കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് വീവർ ബേർഡിനെ അല്ലെങ്കിൽ ബയ എന്ന പക്ഷിയെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്താ പറഞ്ഞേ? തുജ്കോ ദൂർ ന ജാനേ ദേംഗെ, നിന്നെ ദൂരോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം എന്തായിരിക്കും? അവർക്ക് ആ പക്ഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പക്ഷി അവരിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ദൂരോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷിയെ ദൂരോട്ട് പോകാൻ സമ്മതിക്കില്ല. ദാനോസെ ആംഗൻ ഭർ ദേംഗെ, പക്ഷി എന്തിനാ ദൂരോട്ട് പോകുന്നേ? ഭക്ഷണവും വെള്ളവും ഒക്കെ ശേഖരിക്കാൻ. അപ്പോ ദൂരോട്ട് ഇനി പോവണ്ട. ദാനോസെ ആംഗൻ ഭർ ദേംഗെ, മുറ്റം നിറയെ ഞങ്ങൾ ധാന്യങ്ങൾ ഇട്ട് തരാം. ദേംഗെ എന്ന വാക്കിന്റെ അർത്ഥം നൽകുക അല്ലെങ്കിൽ ഗിവ് ഓർ ഓഫർ എന്നാണ്. ഈ വാക്ക്
മുകളിലുള്ള 2 വരികളിലും ഉപയോഗിക്കുമ്പോൾ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. തുജ്കോ ദൂർ ന ജാനേ ദേംഗെ എന്ന വരിയിൽ ആറ്റക്കുരുവിയെ ദൂരോട്ട് പോകാൻ അല്ലെങ്കിൽ അകലേക്ക് പോകാൻ കുട്ടികൾ സമ്മതിക്കില്ല എന്ന് പറയുന്നു. ഇവിടെ ജാനേ ദേംഗെ എന്ന് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. ലെറ്റ് അല്ലെങ്കിൽ allow എന്ന അർത്ഥമാണ് ഇവിടെ ദേംഗെ എന്ന വാക്കിന് വരുന്നത്. അതേസമയം ദാനോ സേ ആംഗൻ ഭർ ദേംഗെ എന്ന വരിയിൽ ആംഗൻ ഭർ ദേംഗെ എന്നാണ് പറയുന്നത്. അവിടെ വി വിൽ ഗിവ്, ഞങ്ങൾ നൽകും, അതായത് ഗിവ് അല്ലെങ്കിൽ ഓഫർ എന്ന രീതിയിൽ അർത്ഥം വരുന്നത്. പക്ഷെ നേരത്തെയോ ലെറ്റ് അല്ലെങ്കിൽ allow, സമ്മതം നൽകുക എന്ന രീതിയിലാണ് അർത്ഥം വന്നത്. और हौज में भर देंगे हम मीठा मीठा ठंडा पानी. और and ഹൗജ്. ഹൗജ് എന്നാൽ കിണർ അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് ആണ് ഹൗജ്. ഇവിടെ ഹൗജ് കൊണ്ട് പക്ഷിക്ക് വെള്ളം കൊടുക്കുന്ന ചെറിയ പാത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൗജ് മേം, ആ പാത്രത്തിൽ, ഭർ ദേംഗെ, നിറയ്ക്കാം അല്ലെങ്കിൽ നിറയ്ക്കും, ഹം, ഞങ്ങൾ, മീഠാ മീഠാ, മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള, ഠണ്ഡാ പാനി, ഠണ്ഡ എന്നാൽ തണുത്ത, പാനി വെള്ളം, പുഴയിലേതുപോലെ തന്നെ നല്ല തണുപ്പും മധുരമുള്ള ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഞങ്ങൾ പാത്രത്തിൽ നിറച്ചു തരാലോ എന്ന് കുട്ടികൾ വീവർ ബേർഡിനോട് പറയുന്നു. ആറ്റക്കുരുവി ദൂരോട്ട് പോകുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആറ്റക്കുരുവി അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി കുട്ടികൾ ആറ്റക്കുരുവിക്ക് വേണ്ടി 2 കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറയുന്നു. അവ എന്തൊക്കെയാ? ഒന്നാമത്തേത്, മുറ്റം നിറയെ ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാമെന്ന് പറഞ്ഞു. രണ്ടാമതായി ഹൗജ് അല്ലെങ്കിൽ ഒരു പാത്രം നിറയെ സ്വീറ്റ് ആൻഡ് കോൾഡ് ആയിട്ടുള്ള നല്ല മധുരവും അതേപോലെ തന്നെ തണുപ്പുമുള്ള വെള്ളം കൊണ്ടുവയ്ക്കാമെന്നും പറഞ്ഞു. फिर अंडे सेएगी तो जब निकलेंगे नन्हे बच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी. फिर ശേഷം അല്ലെങ്കിൽ then, അണ്ടേ മുട്ടകൾ, അണ്ട എന്നാൽ മുട്ട, അണ്ടേ എന്നാൽ മുട്ടകൾ, സേഗി വിരിയിക്കും, വിൽ ഹാച്ച്, തു നീ, ജബ് എപ്പോഴാണെങ്കിലും, വെൻ അല്ലെങ്കിൽ അപ്പോൾ, നിക്കലേംഗെ വിൽ കം ഔട്ട് പുറത്തു വരും, നന്നെ ചെറിയ ടൈനി അല്ലെങ്കിൽ വളരെ ചെറിയ സ്മോൾ ആയിട്ടുള്ള, ബച്ചേ ചിക്സ് ബേബീസ് കുഞ്ഞുങ്ങൾ, തബ് അപ്പോൾ, फिर अंडे सेएगी तो जब പിന്നെ നീ എപ്പോഴെങ്കിലും മുട്ടകളൊക്കെ വിരിയിക്കുമല്ലോ, നിക്കലെങ്കി നന്നേ ബച്ചേ തബ് നീ എപ്പോഴാണോ മുട്ടകളൊക്കെ വിരിയിക്കുന്നത്, നിക്കലെങ്കി നന്നേ ബച്ചേ തബ് അപ്പോ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ എന്താകും, പുറത്തോട്ട് വരും, നിക്കലെങ്കി പുറത്തോട്ട് വരും. ഹം ആക്കർ ബാരി ബാരി സേ കർ ലേംഗെ ഉൻകി നിഗറാനി. ഹം ആക്കർ, ഹം ഞങ്ങൾ, ആക്കർ വന്ന് അല്ലെങ്കിൽ വന്നിട്ട്, ബാരി ബാരി സേ വൺ ബൈ വൺ ഓരോരുത്തരായിട്ട്, കർ ലേംഗെ ഉൻകി നിഗറാനി, കർ ലേംഗെ പരിചരിക്കും അല്ലെങ്കിൽ ചെയ്യും, ശ്രദ്ധിക്കും, വി വിൽ ടേക്ക് കെയർ, ഉൻകി അവരുടെ, നിഗരാനി സൂപ്പർവിഷൻ അല്ലെങ്കിൽ കെയർ ശ്രദ്ധ, അവരെ നോക്കിയിരിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ എപ്പോഴാണോ മുട്ടകളൊക്കെ വിരിയിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ, പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരും. ഞങ്ങൾ ഓരോരുത്തരായിട്ട്, ഹം ആക്കർ ബാരി ബാരി സേ ഞങ്ങൾ ഓരോരുത്തരായിട്ട്, കർ ലേംഗെ ഉൻകി നിഗരാനി അതിനെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തോളാം. ഇതാരാ പറയുന്നേ? കുട്ടികൾ. ആരോടാ പറയുന്നേ? ബയ എന്ന പക്ഷിയോട്, ആറ്റക്കുരുവിയോട്. എന്ത് നല്ല കുട്ടികളാലേ! പക്ഷിയുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കുട്ടികളെ പോലെ ഞങ്ങൾ നോക്കാമെന്ന് അവരേക്കുന്നു. മാത്രമല്ല, ഈ വരികളിൽ നിന്ന് കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള ഒരു സൗഹൃദം, പക്ഷിയോടുള്ള ഒരു ഇഷ്ടം, സ്നേഹം ഒക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ പക്ഷികളെയൊക്കെ? വെറുതെ ശരീരം വലുതായ മാത്രം മനുഷ്യൻ വലുതായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഹൃദയം വലുതാവുമ്പോഴേ മനുഷ്യൻ വലുതായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോഴും സ്നേഹിക്കാനും
സംരക്ഷിക്കാനും നമ്മുടെ കയ്യിലുള്ളവ പങ്കുവയ്ക്കാനും ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. फिर जब उनके पर निकलेंगे उड़ जाएंगे बया बनेंगे हम तब तेरे पास रहेंगे तो मत रोना चिड़िया रानी. फिर then जब എപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണോ അപ്പോൾ ഉൻകെ അവരുടെ पर निकलेंगे पर എന്നാൽ വിങ്സ് അല്ലെങ്കിൽ ചിറകുകൾ. നോട്ട് ചെയ്ത് വെച്ചോ, പുതിയ വാക്കാണ്. पर എന്നാൽ വിങ്സ്. നിക്കലേംഗെ പുറത്തു വരും അല്ലെങ്കിൽ വലുതായി വരും. വിൽ ഗ്രോ അല്ലെങ്കിൽ കം ഔട്ട്. ഉഡ് ജായേംഗെ ബയാ ബനേംഗെ ഉഡ് പറക്കുക. ഉഡന എന്നാൽ പറക്കുക. ഉഡ് ജായേംഗെ വിൽ ഫ്ലൈ അവേ പറന്നു പോകും. ബയാ ബനേംഗെ ബയ എന്ന പക്ഷിയായിട്ട്. ആദ്യം അവര് ചെറിയ മുട്ടയുടെ ഉള്ളിലായിരുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ മുട്ടയൊക്കെ വിരിയുമ്പോ എന്തായി? പക്ഷി കുഞ്ഞുങ്ങളാവും. ശേഷം അവര് അമ്മ പക്ഷിയെ പോലെ തന്നെ ബയ ആറ്റക്കുരുവി ആയിട്ട് മാറും അല്ലെ? പിന്നീട് ഈ കുഞ്ഞിക്കുരുവികൾക്ക് എപ്പോഴാണോ ചിറകുകളൊക്കെ വലുതാവുന്നത്, അപ്പോ അവര് വലിയ പക്ഷിയായിട്ട് ആറ്റക്കുരുവിയായിട്ട് അവര് പറന്നു പോകും. ഹം തബ് തേരെ പാസ് രഹേംഗെ ഹം ഞങ്ങൾ തബ് അപ്പോൾ തേരെ നിന്റെ തേരെ പാസ് നിന്റെ അടുത്ത് രഹേംഗെ നിൽക്കും അല്ലെങ്കിൽ കുഞ്ഞിയിരിക്കും. തൂ മത് റോന ചിടിയാ റാണി തൂ നീ മത് വേണ്ട റോന കരയുക ചിടിയ പക്ഷി റാണി രാജ്ഞി ക്വീൻ. അപ്പോ ആറ്റക്കുരുവിയോട് കുട്ടികൾ എന്താ പറഞ്ഞത്? ഫിർ ജബ് ഉൻകെ പർ നിക്കലേംഗെ ആ ആറ്റക്കുരുവിയുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണോ ചിറകുകളൊക്കെ വലുതായി വന്ന് ഉഡ് ജായേംഗെ ബയാ ബനേംഗെ ബയ അതായത് ആറ്റക്കുരുവി കുഞ്ഞു കുരുവികളൊക്കെ അമ്മക്കുരുവിയെ പോലെ തന്നെ വലിയ ആറ്റക്കുരുവിയൊക്കെ ആയിട്ട് അവരെപ്പോഴാണോ ചിറകൊക്കെ വന്ന് പറന്നു പോകുന്നത്, ഹം തബ് തേരെ പാസ് രഹേംഗെ അപ്പോഴും ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടാവും. തൂ മത് റോന ചിടിയാ റാണി അപ്പോ നീ കരയൊന്നും വേണ്ടാട്ടോ പക്ഷികളുടെ റാണി. ഇതിനു മുന്നേയുള്ള വരികളിൽ കുട്ടികൾ ആറ്റക്കുരുവിയോട് പറയുന്നുണ്ടായിരുന്നു, നീ ദൂരോട്ട് പോവണ്ട, നിന്നെ ദൂരോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല, നിനക്ക് വേണ്ടി ഞങ്ങൾ ധാന്യങ്ങൾ കൊണ്ടുതരാം, വെള്ളം നിറച്ചു തരാം, നീ ദൂരോട്ടൊന്നും പോവണ്ടെന്ന് ആറ്റക്കുരുവിയോട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികൾ ഇപ്പോ ആറ്റക്കുരുവിയോട് പറയുന്നത് എന്താ? മുട്ടയൊക്കെ വിരിഞ്ഞ് തന്റെ കുട്ടികള് ചിറകൊക്കെ വലുതായി വലിയ പക്ഷിയായി ദൂരോട്ട് പറന്നു പോയാലും നീ പേടിക്കണ്ട, നിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ പറഞ്ഞു കൊടുക്കാണ്. ആറ്റക്കുരുവി ഒറ്റപ്പെട്ടു പോകില്ല എന്നും ഒറ്റപ്പെടാനുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ ഞങ്ങൾ നിന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് കുട്ടികൾ ആറ്റക്കുരുവിക്ക് ഉറപ്പു കൊടുക്കുന്നു. അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. ബയാ ഹമാരി ചിടിയാ റാണി എന്ന ആറ്റക്കുരുവിയെ പറ്റിയുള്ള ഈ കുഞ്ഞു കവിത കൂട്ടുകാർക്ക് ഇഷ്ടായോ?